ഹലോ ഓൾ, ഇന്ന് നമ്മളൊരു സാരിയുടെ ബ്ലൗസിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് എങ്ങനെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഒരു ബ്ലൗസ് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ 4ആയിട്ട് മടക്കി വെക്കുക. അതിലേക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമുക്കൊരു ബ്ലൗസ് ഉണ്ടാവുമല്ലോ, ആ ബ്ലൗസ് നേരെ മറിച്ചിട്ടിട്ട് അത് 2ആയിട്ട് മടക്കി ആ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ബ്ലൗസിൻ്റെ അതേ രീതിയിൽ ഒരു ചോക്ക് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നേരെ കട്ട് ചെയ്തത് കുറച്ച് ചരിച്ചിട്ട് ആ ബ്ലൗസിനിട കുറച്ച് ചരിച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ആ ബ്ലൗസിൽ നമ്മൾ മാർക്ക് ചെയ്തത് ഒന്ന് കുറച്ചും കൂടി കാണുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മൾ ഈ ബ്ലൗസ് ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഫ്രണ്ടിൽ നിന്ന് ഒരു ടക്ക് വരുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കഴുത്ത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ഒരു ചെറിയൊരു വി പോലെ കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളിത് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്ലൗസ് നേരെയല്ല മറിച്ചിട്ടിട്ട് വേണം അതിൻ്റെ ക്ലോത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എന്നാലേ നമുക്ക് തയ്യൽ തുമ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് എടുക്കാം. ആൻഡ് ആ ഫ്രണ്ടിലെ ആ വി നമുക്ക് കുറച്ച് സൈഡിലേക്കാക്കി കിട്ടണം. അതുകൊണ്ട് നമ്മളൊന്നും കൂടി മാർക്ക് ചെയ്ത് കൊടുത്ത് ലെവലിന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും. ബാക്കിൽ നമ്മൾ അതേ രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ബട്ട് ബാക്കിൽ നമുക്ക് മര്യാദക്ക് പിന്നീട് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4ആയിട്ട് ക്ലോത്ത് മടക്കിയിട്ട് നമ്മൾ 3/4 സ്ലീവാണ് വെക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ വേറൊരു ബ്ലൗസ് ഉണ്ടായിരുന്നു. ആ ബ്ലൗസ് ഞാൻ മറിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് ആ രീതിയിൽ ആ ബ്ലൗസിൻ്റെ കട്ടിങ് വന്നേക്കുന്ന പോർഷനിൽ ഒരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് തെളിയിച്ച് വരച്ചിട്ട് നമ്മൾ ഈ ആം ഹോളിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് കുറച്ച് കേർവ്ഡായിട്ട് ഒരു ഷേപ്പിലെടുക്കണം. എന്നാലേ ആ നമ്മുടെ ആം ഹോള് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ചുളിവും പാടൊന്നും ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. കുറച്ച് കുഴിച്ച് നമ്മൾ വെട്ടിയെടുക്കണം. അങ്ങനെ 2 കൈയും നമുക്ക് അതേ രീതിയിൽ വെട്ടിയെടുക്കാം. ലൈനിങ്ങും നിങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്തെടുക്കണം, ഈ രീതിക്ക് തന്നെ. ഇനി നമുക്ക് ബാക്കിലെ നെക്ക് കുറച്ച് വൈഡായിട്ട് കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടി കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടാൻ ഞാനൊരു CD എടുക്കുന്നത്. നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വേറെ രീതി ചെയ്യാൻ നോക്കിയതാണ്. ബട്ട് പിന്നെ ഈ രീതി നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കുറച്ചും കൂടി സിമ്പിൾ. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ പുറകിൽ നമ്മൾ കെട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഡീപ്പായിട്ട് അവിടെ വെട്ടിയത്. അപ്പോൾ ആ കെട്ട് വെക്കാനായിട്ട് കുറച്ച് ചെറിയ ഈ രീതിയിൽ നമ്മൾ പാവാടക്കൊക്കെ പടികൾ വെട്ടണം പോലെ ജസ്റ്റ് ഈ രീതിയിൽ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ ഈ ജസ്റ്റ് ഹോൾസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ഒരു ലൈനിങ് എടുക്കുക. അതിൽ നമ്മുടെ ഈ ഒരു സ്റ്റിഫ് പേപ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനത്തെ ഡിസൈനാണോ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഓവൽ ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ, നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ പോർഷനും ബാക്കിലെ പോർഷനും നമ്മൾ അടിച്ചിട്ട് നല്ല പോർഷൻ വെച്ച് ലൈനിങ്ങും അതേപോലെ വെച്ചിട്ട് നമുക്ക് അടിച്ച് മറിച്ചെടുക്കാം. അതൊക്കെ സാധാ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അടിക്കുക, നേരെ തിരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ടക്ക് വരുന്നത് കണ്ട് ആ സൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ കറക്റ്റ് രീതിയിൽ കിട്ടുള്ളൂ. നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്, കണ്ട ചെറിയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കൈയിൻ്റെ അവിടെ ചെയ്തെടുത്തത് കട്ട് ചെയ്ത് കൊടുക്കുക. അതും നമ്മൾ നേരത്തെ കാണിച്ച പോലെ ചെറിയ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ ചെറിയ കട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കത് ഉള്ളിലേക്ക് ആക്കിയെടുക്കാം. രണ്ട് കൈയിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക.
ആൻഡ് ഇനി നമുക്കവിടെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്തെടുത്താലും മതി. കാരണം കറക്റ്റായിട്ട് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ നെക്കിൽ എടുക്കാനുള്ള നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ചെറിയ പോർഷൻസ് അടിച്ചിട്ട് ഒരു ഈർക്കിൽ വെച്ച് കുത്തിമറിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിൽ നമ്മളതങ്ങനെ കുറച്ച് ഹുക്ക് ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഔട്ട്ലുക്ക് നോക്കാം. പ്ലെയിനായിട്ടുള്ള സിമ്പിളായിട്ട് പ്ലെയിനായിട്ട് കപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, പ്ലെയിനായിട്ടുള്ള ബ്ലൗസാണ്. കണ്ട ആ ഫ്രണ്ടിലെ നെക്ക് വന്നിട്ടുള്ള ആ ടക്കിൻ്റെ അവിടെ അതാണ് നമ്മൾ മറിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ മറിച്ചടിച്ചിട്ടില്ല, നമ്മൾ പകരം അയൺ ചെയ്താണ് എടുത്തിട്ടുള്ളത്. ആൻഡ് സ്ലീവ്സൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിലെ ടക്കിൽ നമ്മൾ ചെറിയ ഒരു ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഹാങ്ങിങ്സ്. ആൻഡ് സ്ലീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കൈയിലും നമ്മൾ നേരത്തെ കാണിച്ച ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിലും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്ലൗസിൻ്റെ ബാക്കിൽ നമ്മൾ നേരത്തെ മറ്റേ ഈർക്കിൽ വെച്ച് കുത്തിമറിച്ചെടുത്ത ഒരു ചെറിയ വള്ളികൾ വെച്ചിട്ട് ബാക്കിൽ ഹുക്ക് കൊടുത്തിട്ട് നമ്മളത് സാധാ നമ്മൾ ഷൂവിനൊക്കെ ലേസ് ഇടുന്ന പോലെ നമ്മളത് കയറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വള്ളീൻ്റെ അറ്റത്തായിട്ട് നല്ല ഹാങ്ങിങ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്കിൽ നമ്മൾ ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. ഹുക്ക് സാധാ നമ്മൾ കട്ട് ചെയ്തിട്ട് അടിച്ചിട്ടത് ഹുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി.